ഒരു മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടാൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ചില കടുങ്കയൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ജീവന്റെ വിലയോളം അതിന് കൊടുക്കും എന്നൊന്നും തോന്നുന്നില്ല. പലർക്കും ഫോൺ ജീവനും ജീവിതവുമാണ്. എന്നാൽ ജീവൻ പോയാലും ഫോൺ നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചാലോ? അത്തരത്തിലൊരു സംഭവം ബംഗളൂരുവിൽ ഉണ്ടായി. ബംഗളൂരു മെട്രോ റെയിൽ കോർപ്പറേഷന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന സംഭവമാണ് പുതുവത്സര ദിനത്തിൽ വൈകിട്ട് നടന്നത്. ബംഗളൂരു ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബൈപ്പനഹള്ളിയിലേക്ക് ട്രെയിൻ കാത്തുനിന്ന യുവതിയുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ട്രാക്കിലേക്ക് തെറിച്ചു വീണു. തെറിച്ചു വീണ ഫോൺ എടുക്കാൻ യുവതിയും പിന്നാലെ ട്രാക്കിലേക്ക് ചാടി. 750 വോൾട്ട് കറണ്ട് കടന്നു പോകുന്നതാണ് എന്നൊന്നും ഈ യുവതി ശ്രദ്ധിച്ചില്ല കേട്ടോ. ആ സമയത്ത് തന്നെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന മെട്രോ ഉദ്യോഗസ്ഥൻ എമർജൻസി ട്രിപ്പ് സ്വിച്ച് അമർത്തി ഇലക്ട്രിക് സപ്ലൈ അങ്ങ് ഓഫാക്കി. അതോടെ ട്രാക്കിലേക്കുള്ള ഇലക്ട്രിസിറ്റി വിതരണം നിലച്ചു. പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ചേർന്ന് യുവതിയെ അപ്പോഴേക്കും തിരിച്ചു കയറ്റി. 15 മിനിറ്റ് നേരമാണ് പവർ സപ്ലൈ തടസ്സപ്പെട്ടത്. ഹിമ ഹരിദാസ് ഉണ്ട്. ഹിമ, നമ്മളൊക്കെ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി എന്തും ചെയ്യുമെന്നതിൻ്റെ ഒരു തെളിവാണ്. മാത്രമല്ല, ബംഗളൂരു പോലെ ഒരു സ്ഥലത്ത് 15 മിനിറ്റൊക്കെ ഒരു മെട്രോ സർവീസ് തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ അതിഭീകരം തന്നെയായിരിക്കും. തീർച്ചയായും അതെ. മൊബൈൽ ഫോൺ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗം പോലെയാണ് മൊബൈൽ ഫോണിനെ നമ്മൾ കൊണ്ടു നടക്കുന്നത്. എനിക്ക് തന്നെ എൻ്റെ മൊബൈൽ ഒന്ന് താഴെ വീണാൽ കുറച്ച് നേരത്തേക്ക് വലിയ വിഷമമാണ്. പക്ഷെ അതിനുവേണ്ടി ജീവൻ കളയാനൊന്നും ഞാൻ തയ്യാറില്ല കേട്ടോ. പക്ഷെ ഇവിടെ ബംഗളൂരുവിൽ ഉണ്ടായിരിക്കുന്ന സംഭവം അത് തന്നെയാണ്. ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മൊബൈൽ ഫോൺ താഴെ വീണതിനെ തുടർന്ന് ജീവൻ പോയാലും വേണ്ടില്ല അത് എടുക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി യുവതി ട്രെയിനിൽ നിന്ന് ചാടുകയും വലിയ തലനാരിഴയ്ക്കാണ് ഒരു അപകടത്തിൽ നിന്ന് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. ഈ മൊബൈൽ ഫോൺ താഴെ വീഴുന്നതും അവർ ചാടുന്നതും കണ്ടതോടുകൂടി ഉദ്യോഗസ്ഥർ വേഗം അവരിലൂടെ മെഗാവാട്ട് വൈദ്യുതി കടന്നു പോകുന്നുണ്ടായിരുന്നു. അത് ഓഫ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വലിയൊരു അപകടമായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ ഇതിലൂടെ ബുദ്ധിമുട്ടിലായത് ബംഗളൂരു നഗരത്തിലെ നിരവധി പേരാണ്. കാരണം ഏകദേശം 15 മിനിറ്റോളമാണ് അവിടുത്തെ പവർ സപ്ലൈ ഇല്ലാതായത്. അപ്പോൾ ഒരാളുടെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവർ കൂടി അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയാണ്. ഇത്തരം സംഭവങ്ങൾ ഈ ബംഗളൂരുവിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കായംകുളത്ത് തന്നെ ഉണ്ടായത് ഒരു യാത്രക്കാരൻ ട്രെയിനിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ കൈ അറ്റുപോയി. അതുപോലെ തൃശ്ശൂരിലുണ്ടായ മറ്റൊരു സംഭവം, 2 വിദ്യാർത്ഥികൾ ട്രെയിനിൽ നിന്ന് വാതിലിന്റെ അവിടെ നിന്ന് കാല് താഴേക്ക് തൂക്കിയിട്ട് യാത്ര ചെയ്യുകയായിരുന്നു. പ്ലാറ്റ്ഫോമിനിടയിൽ കാലുവിട്ട് അവർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. അപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ അത് വലിയ അപകടമാണ് വരുത്തിവെക്കുക. മൊബൈലിനാണെങ്കിലും യാത്ര ആസ്വദിക്കുന്നതിനാണെങ്കിലും ഒക്കെ നമുക്ക് വില കൊടുക്കാം. പക്ഷേ ജീവന്റെ വിലയോളമല്ല അതൊന്നും. തീർച്ചയായിട്ടും ഹിമ, ശരിയാണ്. അപ്പം നമുക്കൊന്നും ജീവനോളം വിലയുള്ളതല്ല. ജീവൻ എത്രത്തോളം വിലയുണ്ട് എന്നത് എപ്പോഴും എല്ലാവരും പരിഗണിക്കേണ്ട ഒന്ന് തന്നെയാണ്.